കോൺഫിഡൻസ് ഈസ് ദ സിംഗിൾ തിങ് ദാറ്റ് മേക്സ് ദ ബിഗ് ഡിഫറൻസ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ടാലൻ്റ് അല്ല, അത് മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല, അല്ലെങ്കിൽ മറ്റാരുമല്ല, അത് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ആണ്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ, പല സ്ഥലത്തും വിജയിക്കാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ടത് ചെയ്യാൻ നമുക്കൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മൾ ഈ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നൊരു കാരണത്തെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കുമെങ്കിലും അതൊരു സത്യം തന്നെയാണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, നമുക്കൊരു ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാത്തതും, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതും. പക്ഷേ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വി ക്യാൻ ബിൽഡ് കോൺഫിഡൻസ്. അതിന് വേണ്ടിയിട്ടുള്ള 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട്, കോൺഫിഡൻസ് കംസ് ഫ്രം പ്രിപ്പറേഷൻ. ഈ ഒരു കാര്യം എൻ്റെ ടേബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, അതിന് വേണ്ടിയിട്ട് മെൻ്റലി പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അറിവ് നമ്മൾ നേടിയെടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയിടുക. ഇത് നമ്മുടെ കോൺഫിഡൻസിനെ നന്നായി ബൂസ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം നമ്മൾ എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടത് നമ്മുടെ കയ്യിലുണ്ട്. കോൺഫിഡൻസ് കംസ് ഫ്രം പ്രിപ്പറേഷൻ. നമ്മൾ വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാതെ പല കാര്യങ്ങൾക്കും പോകുമ്പോൾ നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തെന്ന് വരില്ല. പലപ്പോഴും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ബ്ലോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. എന്തുകൊണ്ടാണ് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റാത്തത്? കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കണ്ടന്റിന് ഒരു ഡെപ്ത് ഇല്ല, അല്ലെങ്കിൽ കണ്ടന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു കാര്യം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കൂടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം എന്നെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പേപ്പറിൽ ഞാൻ എൻ്റെ ടേബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. കോൺഫിഡൻസ് കംസ് ഫ്രം പ്രിപ്പറേഷൻ. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് കമ്പയർ. നമുക്ക് പലപ്പോഴും കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ്. മറ്റൊരാളൊരു കാര്യം ചെയ്യുന്നതും നമ്മളൊരു കാര്യം ചെയ്തതും രണ്ടും 2 രീതിയിലായിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യാൻ പോകും. അയാൾക്കിതുണ്ട്, അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അയാൾ പെട്ടെന്ന് ആ കാര്യം ചെയ്യുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസിനെ പതുക്കെ ഡൗൺ ആക്കാനായിട്ട് തുടങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2 പേരും 2 വ്യത്യസ്ത മനുഷ്യരാണ്. 2 പേർക്കും 2 രീതികളുണ്ട്. 2 പേരും മികച്ചു നിൽക്കുന്നത് 2 മേഖലകളിലാണ്. നമുക്കുള്ള അഡ്വാൻറ്റേജസിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വേറൊരാളുടെ അഡ്വാൻറ്റേജസ് വെച്ചിട്ട്, വേറൊരാളുടെ കഴിവുകൾ വെച്ചിട്ട് നമ്മളെ തന്നെ അളക്കാൻ നോക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന സ്കോർ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം താഴെ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് താഴെ കൊണ്ടോ. മൂന്നാമത്തെ കാര്യമാണ് ലുക്ക് ബാക്ക്. അതായത് നമ്മൾ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അതൊരു ചെറിയ ബുക്കിലോ ചെറിയൊരു ഡോക്യുമെൻറ്റിലോ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് ഒത്തിരി ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അതിലേക്കൊന്ന് പോവുക. ഞാൻ ഓൾറെഡി ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില മനുഷ്യരുടെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ചിലപ്പോഴൊക്കെ ഇച്ചിരി പുറകോട്ട് പോകാനും ഇച്ചിരി താഴോട്ട് പോകാനൊക്കെ സാധ്യതയോ, അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് വീണ്ടും ഫെയിലിയേഴ്സ് തന്നെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് താഴോട്ട് പോകുക എന്ന് പറയുന്നത് നോർമലാണ്. അപ്പോൾ നമ്മൾ വേഗം ചെയ്യേണ്ടത് നമ്മുടെ ഈ അച്ചീവ്മെൻറ്റ് ബുക്കിലേക്ക് നമ്മളൊന്ന് തിരിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും. ഇനി 4ാമത്തെ കാര്യമാണ്, നോ ദാറ്റ് നോബഡി കെയേഴ്സ്. നമ്മുടെ കോൺഫിഡൻസ് പലപ്പോഴും ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റേയാൾ എങ്ങനെ ചിന്തിക്കുമെന്നൊരു ചിന്ത, സമൂഹം എങ്ങനെ കാണുമെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചില ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ചിലർ അവരെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കാണുക എന്നുള്ളൊരു ചിന്ത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ആരും ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. കാരണം എല്ലാവരും അവരവരുടെ ജീവിതങ്ങളിൽ അവരവരുടെ പ്രശ്നങ്ങളും അവരവരുടെ സ്വപ്നങ്ങൾക്കും അവരവരുടെ അടിമയ്ക്കും പിറകെയാണ്. ഇതിനിടയിൽ നിങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് ആരും രാവും പകലും എന്ന് ചിന്തിക്കുന്നില്ല. ഇത് നമുക്കൊരു ഫ്രീഡമുണ്ട്. ബാക്കിയുള്ളവർ ഒരു പരിധിക്കപ്പുറം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അയാളുടെ കണ്ണ് നമ്മളിൽ തന്നെയാണ് എന്നൊരു തോന്നൽ പലപ്പോഴും നമ്മളിൽ ഉണ്ടാകും. പക്ഷേ അതൊരു സത്യമല്ല. എവരിവൺ ഈസ് ബിസി വിത്ത് ദെയർ ഓൺ ലൈഫ്സ്. ഈ ഒരു ചിന്തയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വി ഗെറ്റ് എ കോൺഫിഡൻസ്, വി ഗെറ്റ് എ ഫ്രീഡം. 5ാമത്തെ കാര്യമാണ്, ഓൾവേസ് വർക്ക് ഓൺ യുവർ സെൽഫ്. നമ്മളെ തന്നെ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് എക്സസൈസ് ചെയ്ത് നമ്മുടെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക, ഡിസിപ്ലിൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ മേഖലയിലുള്ള സ്കില്ലുകളിൽ മെച്ചപ്പെട്ട് അതിൽ നന്നായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ കാണുന്നതും മറ്റുള്ളവരോട് ഇടപെടുന്നതും നമ്മൾ ബിഹേവ് ചെയ്യുന്നതും എല്ലാം എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, നമ്മൾ എത്രമാത്രം ക്ലീനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ വരാനായിട്ട് തുടങ്ങും. സോ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. ഇനി ലാസ്റ്റായിട്ടൊരു കാര്യമാണ്, നോ ദാറ്റ് യു ആർ ഗോണ ഡൈ. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അതിനു മുമ്പ് നമ്മൾ ശരിക്കും ജീവിക്കണം. നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരു പ്രസക്തി ഇല്ലെന്ന് തോന്നാം. ബട്ട് ഇൻ ദി എൻഡ് നത്തിങ് മാറ്റേഴ്സ് ആക്ച്വലി. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് കയ്യിലുള്ളത്. ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കണോ അതോ വെറുതെ പാഴാക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇവിടെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ഒട്ടും സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് അവർ ലൈഫ്, വി ഹാവ് ടു ലീവ് ആസ് വി ബിലീവ്. എപ്പോഴും മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, കോൺഫിഡൻസ് മേക്സ് ദ ഡിഫറൻസ്.